ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഫേസ്ബുക്ക് ലൈവ് നടത്താനായിട്ട് ആഗ്രഹിച്ചെങ്കിലും ചില സാങ്കേതിക തടസ്സം നിമിത്തം അതിന് കഴിഞ്ഞില്ല. എങ്കിലും കർത്താവ് ഈ രാത്രി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനാധ്വനി എന്നുള്ള ഈ വലിയ പ്രവർത്തനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ ഓർത്ത് സ്തോത്രം. കർത്താദാസിന് നിയോഗം കൊടുത്ത നിയോഗത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് 15 രാജ്യങ്ങളിലും 15,000-ഓളം പ്രാർത്ഥനാ സഹായികൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ ഈ നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ചില ചുരുക്ക മാസങ്ങളായിട്ടുള്ളൂ ഈ പ്രവർത്തനമായിട്ട് എനിക്കും പങ്കെടുക്കാനായിട്ട് ദൈവം അവകാശം ഒരുക്കിയത്. അതും എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നടത്തപ്പെടുന്ന പ്രയറിലായിരിക്കും പങ്കെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതും എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു മീറ്റുമായി കടന്ന് സംബന്ധിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഫേസ്ബുക്ക് ലൈവിനകത്ത് വീണ്ടെടുപ്പിന്റെ വില എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കി കർത്താവിൽ പ്രസിദ്ധരായ ദൈവത്തിന്റെ ദാസന്മാർ ദാസിമാർ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ദൈവജനത്തിൽ നിന്ന് വളരെ ആധികാരികമായി സംസാരിപ്പാനിടയായി. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ആ സബ്ജക്റ്റ് കേൾക്കാനിടയായി. വളരെ ആ വചനത്തെ പഠിക്കാൻ ഇത്രത്തോളം ആഴം ഏറിയ ഒരു ചിന്തയാണ് വീണ്ടെടുപ്പ് എന്നുള്ള ആ വലിയ വചനത്തെ കേൾക്കാൻ എനിക്കും അവസരമൊരുക്കി. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എൻ്റെ പക്കലും ഏൽപ്പിച്ച ചില ചിന്തകളെ ചേർത്ത് പറയുവാനും ഞാനും ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. അതിനാധാരമായിട്ട് ഒരു വചനം വായിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്ന എല്ലാ കർത്തദാസന്മാരും വായിച്ച വചനം തന്നെയാണ് വായിക്കുന്നതെങ്കിലും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്കിലും ദൈവ നിയോഗമാണ് ഇതിന്റെ ഓരോ ചിന്തകളും. അതിനെ ഓർച്ച് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 49 7-8 വാക്യങ്ങൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനത്തിന്റെ ചിന്തയാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കർത്തദാസന്മാരെല്ലാം വളരെ ആധികാരികമായ വിഷയത്തെ ആസ്പദമാക്കി കൃത്യമായി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൽ ഞാനിനി എന്താ പറയേണ്ടത് എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എങ്കിലും ദൈവാത്മാവ് ഓരോ ദൈവദാസന്മാർക്കും വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ ഈ വചനത്തെ ഉറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് ഈ 49 സങ്കീർത്തനം. കോരപുത്രന്മാര് എങ്ങനെയാണ് ദൈവത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് നമുക്ക് വളരെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ പിതാവിനോട് ചേർന്ന് കോരകരോട് ചേർന്ന് ചില ആളുകൾ കൂട്ടുകെട്ടി മോശയ്ക്ക് വിരോധമായി അവര് സംസാരിക്കുകയും കൂട്ടുകെട്ടിൽ ദുരാചരണം നടത്തുന്നതിന്റെ ഫലമായി ഭൂമി അവരെ പിളർന്ന് ഈ കോരകിന്റെ പുത്രന്മാർ മാത്രം അവര് ഒഴിച്ച് ബാക്കി കോരകും തന്നോട് ചേർന്നവരൊക്കെ ഭൂമി പിളർന്ന് അവരതിൽ പട്ടുപോയി എന്ന് നമുക്ക് വായിക്കുമ്പോൾ കോരകന്റെ പുത്രന്മാര് ഓടി യാഗപീഠത്തിന്റെ കൊമ്പിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്രൈസ്തലോ, അവർക്ക് ലഭ്യമായ ആ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് വളരെ സംഘത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നമ്മെ ഉദ്ധരിപ്പിച്ച് കൽപ്പിക്കാറുണ്ട്. ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്ത ഒരു വലിയ ബോധമാണ് സഹോദരനെ ഒരിക്കലും ഒരാൾക്കും മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ധനം കൊടുത്തോ തൻ്റെ വെള്ളിയോ പൊന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു കൊടുത്ത് മരിച്ചു പോകുന്ന വ്യക്തിയെ തിരിച്ചെടുക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന വളരെ ഉച്ചസ്ഥരം വിളിച്ചു പറയുന്ന ഒരു പദമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രൈസ്തലോ, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. മനുഷ്യന്റെ ധനത്തിനോ അവന്റെ വെള്ളിക്കോ പൊന്നിനോ അവന്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള ഒന്നിനും മരിച്ചു പോകുന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുകയില്ലെന്ന് വളരെ വ്യക്തമായി നമുക്ക് ആ സംഘത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംഘത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ധനത്തിന് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റത്തില്ല.
അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്റെ ജനത്തെ പീഡിപ്പിക്കുന്ന പീഡകരോട് നോക്കി യുവദാസന്മാർ ദൂത് പറയുന്നു, നിങ്ങളുടെ ധനം ഒരിക്കലും ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ മനുഷ്യന്റെ ധനത്തിന് കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യത്യസ്തമായി അവിടെ വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം, ഇവിടെ വളരെ വ്യക്തമാക്കിയ ഒരു ദൂതാണ് വീണ്ടെടുപ്പ്. എഫേസ്യ ലേഖനത്തിലൂടെ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, മനുഷ്യന്റെ പാപമോചനത്തിന് നിന്ന് അവനെ വീണ്ടെടുത്ത് നിത്യജീവനിലേക്ക് നടത്തുന്ന ഒരു മകൾ പദ്ധതിയാണ് ഇവിടെ ഈ വീണ്ടെടുപ്പിലൂടെ സാധിക്കപ്പെടുന്നത്. വീണ്ടെടുപ്പിലൂടെ രണ്ട് കാര്യം സാധിക്കുന്നു. ഒന്ന് മോചനം, പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ ഒന്ന് മോചനം, രണ്ട് വീണ്ടെടുപ്പ്. അപ്പം യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ലഭ്യമായിട്ടുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, പാപത്തിന്റെ കുരുക്കിനകത്ത് കുരുങ്ങപ്പെട്ട മനുഷ്യനെ അതിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് അവനെ നിന്ന് ആ മേഖലയിൽ നിന്ന് പരിപൂർണമായി പുറത്തു കൊണ്ടുവന്ന് അവനെ ആ മോചനത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ സമ്പാദിച്ചത്. മാത്രമല്ല, ഒരു മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു മനുഷ്യനെയോ ഒരു വസ്തുവിനെയോ വീണ്ടെടുക്കണമെങ്കിൽ വെറുതെ വീണ്ടെടുക്കാൻ പറ്റില്ല. അതിന് വില കൊടുക്കണം. വില കൊടുത്താൽ മാത്രമേ അതിനെ വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ പദത്തിന് എബ്രായ പദത്തിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഗോയാൽ എന്ന് പറഞ്ഞൊരു പദമാണ്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വീണ്ടെടുക്കുക, വിലയ്ക്ക് വാങ്ങുക എന്നർത്ഥമാണ്. അപ്പോ ആ പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വീണ്ടെടുക്കുക, വിലയ്ക്ക് വാങ്ങുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരെയാണ് വീണ്ടെടുക്കേണ്ടത്? ആർക്കാണ് വില നൽകേണ്ടത്? ക്രൈസ്തലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നു, വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ മുമ്പുണ്ടായത് നഷ്ടമായി പോയതിനെ വീണ്ടും എടുക്കുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ്, വീണ്ടും എടുക്കുക. അപ്പോൾ ഒരിക്കൽ സ്വന്തമായിരുന്നു, വീണ്ടും നഷ്ടമായി പോയി. പക്ഷെ ഇപ്പോൾ തിരിച്ചു പ്രാപിക്കണമെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നു. അതാണ് അവിടെ വീണ്ടെടുപ്പിന്റെ വില എന്നവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ വീണ്ടെടുക്കുമ്പോൾ രണ്ട് കാര്യം. ഒന്ന്, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഊരാക്കുരുക്കിൽപ്പെട്ട വ്യക്തിയെ, ആ അടിമ പോലെ കഴിഞ്ഞിരുന്ന വ്യക്തിയെ അടിമ മുഖത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന പ്രക്രിയയാണ് യേശു നമുക്ക് തന്ന രക്തം ഒഴുക്കി നമ്മെ ആ കുരുക്കിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. ഒന്ന്. രണ്ട്, ഈ രക്തം താൻ മറുവിലയായി കൊടുത്തു. അപ്പം സ്വന്തമായിരുന്നത് നഷ്ടപ്പെട്ടു പോയപ്പോൾ വീണ്ടും അതിനെ തിരികെ പ്രാപിച്ചപ്പോൾ കൊടുത്ത വിലയെന്ന് പറയുന്നത് പൊന്നോ ധനമോ വസ്തുവോ മറ്റൊന്നുമല്ല, മറിച്ച് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ആ രക്തത്തിന്റെ പ്രത്യേകത, അത് ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, ഹാവേന്റെ രക്തത്തെക്കാൾ ഹല്ലേലൂയ വളരെ പ്രാധാന്യമുള്ള രക്തം. അപ്പം വചനം പറയുന്നു, അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കാൻ കൊടുത്ത വിലയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലുമുണ്ട്, ആരെയാണ് വീണ്ടെടുക്കേണ്ടത്? ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് കാണിച്ച് അകന്നുപോയ മനുഷ്യൻ, ആദാം എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് പിൻതലമുറക്കാരായി ജനിക്കപ്പെട്ട സകലരും ജന്മപാപത്തിൽ അവർ പിടിക്കപ്പെട്ടത് കൊണ്ട് വചനം പറയുന്നു, അവരെ തിരിച്ചു പ്രാപിപ്പാൻ പഴയ നിയമത്തിൽ ഒത്തിരി മൃഗങ്ങൾ അവിടെ ബലിയായി തീരേണ്ടി വന്നു. അതിന് മോശ മുഖാന്തരം ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ അഹരോനെയും തന്റെ പുത്രന്മാരെ അതിനു വേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിയോഗിച്ചു നമുക്ക് കാണാൻ കഴിയും. ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ മനുഷ്യന് യാഗമൃഗത്തെ കൊണ്ടുവരണം. അവൻ ഏത് ടൈപ്പിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ദരിദ്രനാണെങ്കിൽ പ്രാവും, ഇടത്തരക്കാരനാണെങ്കിൽ ആടും, സമ്പന്നനാണെങ്കിൽ കാളെ, ഊനമില്ലാത്ത കാളയെ കൊണ്ടുവരണം. ഇതാണ് വ്യവസ്ഥ. പക്ഷെ അവിടെ കണ്ടീഷൻ, പുരോഹിതന് ഈ പാപത്തെ പരിഹരിക്കാൻ കഴിയും എങ്കിലും
താൻ ആദ്യം തനിക്ക് വേണ്ടി ഒരു യാഗം നടത്തണം എന്ന് ലേവ്യ പുസ്തകം പഠിക്കുന്നു. അപ്പൊ പഴയ നിയമത്തിന്റെ പ്രത്യേകത, പാപം ചെയ്ത വ്യക്തി താൻ കാളയോ ആടിനെയോ പ്രാവിനെ തന്റെ ആസ്തിക്കനുസരിച്ച് തന്റെ നിലവാരം അനുസരിച്ച് ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്ന പുരോഹിതൻ തനിക്ക് വേണ്ടി ആദ്യം ഒരു യാഗം നടത്തണം. അപ്പൊ അതിന്റെ അർത്ഥം, പഴയ നിയമത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, യാഗാർപ്പകൻ, ആ യാഗാർപ്പകൻ ആരാണോ ആ വ്യക്തി കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിന്റെ യോഗിയായിരിക്കുന്ന വ്യക്തിയും തനിക്ക് വേണ്ടി ഒരു യാഗം നടത്തണം. അതാണ് പഴയ നിയമത്തിന്റെ വല്ലാത്ത ദുസ്ഥിതി എന്ന് പറയുന്നത്. പുരോഹിതനും തനിക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യാഗം നടത്തുമ്പോൾ തനിക്ക് വേണ്ടി ഒരു യാഗം കഴിക്കണം. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്, ലേവ്യപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അവിടെ അഹരോനെയാണ് ആദ്യത്തെ പുരോഹിതനായിട്ട് നിയമിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ പുരോഹിതനായിട്ട് അഹരോനെ നിയമിക്കപ്പെടുമ്പോൾ അഹരോന്റെ അടുക്കൽ ഒരു പാപത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ വന്ന വ്യക്തിയുടെ മുമ്പിൽ താൻ കൊണ്ടുവരുന്ന മൃഗം ആടോ കാളയോ അതോ കുറുമ്പ്രാവോ, അതിനെ കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അഹരോൻ തനിക്ക് വേണ്ടി ഊനമില്ലാത്തൊരു കാളയെ ബലിയർപ്പിക്കണം. അർപ്പിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്, അഹരോന്റെ മക്കൾ ഈ യാഗമൃഗത്തെ അതിന്റെ രക്തമെടുത്ത് യാഗത്തിന്റെ കൊമ്പുകളിലും ആ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. ഒഴിച്ച് അനന്തരമായിട്ട് തനിക്കൊരു ശുദ്ധീകരണം ഉണ്ടായതിനു ശേഷമേ യാഗാർപ്പകനായ പാപിയായ മനുഷ്യൻ താൻ കൊണ്ടുവന്ന മൃഗത്തെ ഇതുപോലെ തന്നെ അതിന് രക്തമെടുത്ത് യാഗാർപ്പകന്റെ മേലും യാഗപീഠത്തിന്മേലും യാഗത്തിന് ചുവട്ടിലും ഒഴിച്ച് തന്നെ പുറത്തു വന്ന് അവരെ ആസ്വദിച്ച് തന്നെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ വചനം പറയുന്നു, അവിടെ ദൈവത്തിന്റെ തേജസ് യാഗപീഠത്തിൽ ഇറങ്ങും. യാഗപീഠത്തിൽ ദഹിച്ചു കഴിയുമ്പോൾ അപ്പോഴാണ് അഹരോന് പാപം ചെയ്ത ഈ ജനത്തെ അവരെ കൈ ഉയർത്തി അനുഗ്രഹിക്കും. അങ്ങനെയാണ് പഴയ നിയമത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു സ്വയം ദൈവമായിരുന്നവൻ, ദൈവ സ്വഭാവത്തിലായിരുന്നവൻ, ദൈവത്തോടു കൂടെ സകല അധികാരത്തോടെ ഇരുന്നവൻ. നമുക്കറിയാം, വചനം പറയുന്നു, ആ സദൃശവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഈ ഭൂമിയെ, ഈ ചരാചരങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ പുന്നമന പുത്രനായ യേശു ഇതിനെ ശില്പിയായിരുന്നു, ഇതിനെ വൃത്തം വരച്ചു, ഇതിനെ ഡിസൈൻ ചെയ്ത കർത്താവാണെന്ന് കാണുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദൈവത്തോടെ സമത്വം പിടിച്ചിരുന്ന കർത്താവ്, ദൈവമായിരുന്ന കർത്താവ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മൃഗങ്ങൾ ചത്തു ഒടുങ്ങുന്നതല്ലാതെ മനുഷ്യന് രൂപാന്തരം വരുന്നില്ല. ഇപ്പൊ എന്നേക്കുമായി ഒരു പാപപരിഹാരം ബലി അത് നൽകണമെങ്കിൽ അതിനൊരു പ്രായശ്ചിത്ത ബലി ഉണ്ടാകണം. ആര് എനിക്ക് വേണ്ടി പോകുമെന്നുള്ള ആ ദൂത് കേട്ട് അടിയനെ അയക്കണമെന്ന് പറഞ്ഞ് യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് മനുഷ്യനായി രംഗപ്രവേശനം ചെയ്യുകയാണ്. ആ മനുഷ്യനായി രംഗപ്രവേശനം ചെയ്തതുകൊണ്ട് പ്രൈസ്തലോ തനിക്കറിയാം താൻ എന്തിനായി ഭൂമിയിലേക്ക് വന്നത് തനിക്കറിയാം. ഒന്ന്, അവിടെ കാണാൻ കഴിയുന്നു, പ്രൈസ്തലോ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യരാശിയെ മുഴുവനും പ്രൈസ്തലോ എന്നേക്കുമായ ഒരു യാഗത്തിലൂടെ അവർക്കൊരു പൂർത്തീകരണം വരുത്തുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ക്രിസ്തുലോ സ്വയം അവിടുന്ന് ബലിയായി തീരാനുള്ള വലിയ മനസ്സ്. നമുക്കറിയാം, റോമാലേഖനം പഠിക്കുമ്പോൾ മനുഷ്യൻ പാപിയായിരുന്നപ്പോൾ തന്നെ യേശു പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുത്ത് എന്നേക്കുമായി അതിനൊരു പരിഹാരം വരുത്തുവാൻ, ഒരു ശാശ്വത പരിഹാരം വരുത്തുവാൻ സ്വയം അവിടുന്ന് ബലിയായി തീർന്ന മഹാദൈവമാണ് നാം ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, നമുക്കറിയാം പാപം ചെയ്യാതിരുന്ന ആ മനുഷ്യൻ, ആദ്യമേ മനുഷ്യൻ, അവനെ സംബന്ധിച്ചോളം പറയുന്നു, അവിടെ അവനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ ആദവന്റെ പ്രായം ആർക്കും അറിയത്തില്ല, പ്രായം അറിയേണ്ട ആവശ്യകതയില്ല, രോഗമില്ലാത്തത് കൊണ്ട് മരുന്നിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, പിന്നെ മറ്റ് യാതൊരു ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത
ഒരു പ്രായമില്ലാത്ത, രോഗമില്ലാത്ത, ദുരിതമില്ലാത്ത, വേദനയില്ലാത്ത ഒരു നല്ല ലൈഫായിരുന്നു ആദവന് ദൈവം നൽകിയത്. പക്ഷേ പാപം എന്തു ചെയ്തോ അന്ന് മുതൽ അവൻ വേദന എന്തെന്ന് അറിയിക്കാൻ തുടങ്ങി. പാപം ചെയ്ത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ അവൻ കഷ്ടത എന്തെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. കണ്ണുനീര്, അവന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി ഈ ദൂതനോട് ചേർന്ന് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒഴിയാവാതെ പോലെ സങ്കടങ്ങൾ വർദ്ധിക്കുന്നെങ്കിൽ, പ്രതിസന്ധി വർദ്ധിക്കുന്നെങ്കിൽ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നെങ്കിൽ, ഞാൻ വിളിച്ചു പറയുന്നു മറ്റൊന്നുമല്ല, നമ്മിൽ വ്യാപരിച്ച പാപത്തിന്റെ ശക്തിയാണ്. അപ്പൊ പാപത്തിന്റെ ശക്തി നമ്മെ വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നെടുറുപ്പും നിരാശയും ഹല്ലേലൂയ അനർത്ഥങ്ങളും അസംഖ്യമായി കയറി വരുന്നു. ഒന്ന് രക്ഷപ്പെടുമ്പോൾ അടുത്ത പ്രതിസന്ധി കയറി വരുന്നത്. കാരണം നമ്മിൽ വെളിപ്പെട്ട് നിന്ന പാപത്തിന്റെ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു, ക്രിസ്തലോ പാപം നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഹല്ലേലൂയ നമ്മൾ ഈ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുന്നത്. കർത്താവ് അവിടെ നമുക്കൊരു ധൈര്യം തരുന്നുണ്ട്. നിങ്ങൾ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെടുവിൻ. കാരണം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പം ഇതൊക്കെ കടന്നുപോയ കർത്താവ് നമുക്കറിയാം, നിർദോഷനായ, നിർമ്മലനായ, പാപികളോട് വേർപെട്ടവനായ, പാപം അറിയാത്തവനായ, പാപം ചെയ്യാത്തവനായ ഒരു നല്ല കർത്താവാണ് നമ്മെ വീണ്ടെടുക്കാനായിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം. അപ്പോ ഈ ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കാനും മാത്രമല്ല, അതോടുകൂടി പാപത്തിന്റെ ചുറ്റുപാടിനകത്ത്, കെട്ടുപാടിനകത്ത് ബന്ധനാവസ്ഥയിൽ കടന്ന് നമ്മെ മോചിപ്പിച്ചു. രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, മോചനം നൽകി. രണ്ട്, തന്റെ വില കൊടുത്ത് ക്രിസ്തോ എന്നതുമായി നമ്മെ നേടാനിടയായി. നമുക്കറിയാം, നമ്മള് വില കൊടുത്ത് വാങ്ങിയ ഒരു വസ്തു, ക്രിസ്തോ നമ്മളൊരു മൊബൈൽ 25,000 രൂപയോ അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളിന്റെ ഫോണൊക്കെ ലക്ഷങ്ങൾ രൂപ വില വരുന്നതാണ്. പക്ഷെ ലക്ഷം വില വരുന്ന ഏത് ഉപകരണമായിക്കോട്ടെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ അതിനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കും. കാരണം ഇത് വില കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എപ്പോഴും കയറി നഷ്ടപ്പെട്ടു പോകാനോ അത് ഉടഞ്ഞു പോകാനോ നമ്മൾ അനുവദിക്കുന്നില്ല. എപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ ഉണ്ടാകും. കാരണം നമ്മൾ വില കൊടുത്തത്. അപ്പോൾ അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ സാധനം അത് എന്തോ ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിയിടുകയോ അതിനെ ഉടച്ചു കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോട് വല്ലാത്ത ദേഷ്യവും വിഷമവും വല്ലാത്ത വൈരാഗ്യം ഒക്കെ ഉണ്ടാകാൻ ഇടയായിത്തീരും. കാരണം ഈ അടുത്തിരിക്കുന്ന നമ്മുടെ ഒരുപക്ഷെ കുടുംബത്തിലെ വ്യക്തികളോ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആരും ആയിക്കൊള്ളട്ടെ, ആരായാലും നമുക്ക് ആ വ്യക്തിയോട് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകും. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വലിയ വില കൊടുത്തു വാങ്ങിയ ഒരു ഉപകരണമാണ്. അപ്പൊ അത് കൈവിടപ്പെട്ടു പോകുമ്പോൾ, വില കൊടുത്ത എനിക്ക് അതിന് വിഷമമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട സാധനം നഷ്ടപ്പെടുമ്പോൾ, അത് ഉടയപ്പെടുമ്പോൾ, അതിനെ ഒരാൾ മനഃപൂർവ്വമായി തകർക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുന്നു, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന് പാപത്തിന്റെ കെട്ടുപാടിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക മാത്രമല്ല, മറിച്ച് യേശുവിന്റെ രക്തം വില കൊടുത്ത് നമ്മളെ വാങ്ങിയത് കൊണ്ട്, ഹല്ലേലൂയ, ഞാനും നിങ്ങളും യേശുവിന്റെ രക്തത്തിന്റെ വിലയായതുകൊണ്ട്, ഹല്ലേലൂയ, നമ്മെ അങ്ങനൊന്നും തട്ടിക്കളിക്കാൻ ഇവിടുത്തെ ഒരു മന്ത്രവാദിയോ ഒരു ആഭിചാരികനെയോ ഒരു ശകുനവാദിയോ ഇവിടുത്തെ ഒരു സുവിശേഷ വിരോധിയോ ദൈവം അനുവദിക്കുന്നതല്ല. കാരണം ഞാൻ യേശുവിന്റെ വില ഹല്ലേലൂയ ഉള്ളവനാണ്. യേശുവിന് ഹല്ലേലൂയ വിലയുള്ളവനെ. ഒന്നുകൂടെ ഞാൻ പറയാം, വീണ്ടെടുപ്പുകാരൻ. ഇപ്പൊ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ വില കൊടുത്ത് വാങ്ങുക, നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കുക എന്നുള്ള അർത്ഥമാണ് നമ്മളിവിടെ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിക്ക് ഒരു ഗുണം ഉണ്ടാകണം. അദ്ദേഹം ആരായിരിക്കണം? സമ്പന്നനായിരിക്കണം. രണ്ട്, അദ്ദേഹത്തെ ആരും കുറ്റം ആരോപിക്കാൻ ഇല്ലാത്ത വ്യക്തിയായിരിക്കണം സമൂഹത്തിൽ. മാത്രമല്ല, അദ്ദേഹം നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. നഷ്ടങ്ങൾ. രണ്ട്, തനിക്കുണ്ടാകുന്ന വേദന, തനിക്കുണ്ടാകുന്ന അത് നിമിത്തമുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയുന്ന മനസ്കഥയുള്ളവനായിരിക്കണം വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ സദർശിവാക്യം 8:17 പറയുന്നു, എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ജാഗ്രതയോടെ എന്നെ അന്വേഷിപ്പിൻ, നിങ്ങൾ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെ വീണ്ടെടുക്കാൻ കഴിയുന്ന കർത്താവായ പുരാതന സമ്പത്തുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്.
റോമാലേഖനം 10-12 പറയുന്നു, ഹല്ലേലൂയ, എന്നോട് നിലവിളിക്കുന്ന ഏവനും, അതായത് യവനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, എന്നോട് നിലവിളിക്കുന്ന ഏവനും കൊടുപ്പ ഞാൻ സമ്പന്നനായ ദൈവം. ഫിലിപ്പിയ ലേഖനം 4:19 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവിടെ ഹല്ലേലൂയ, ക്രിസ്തുവേശൻ നിങ്ങളുടെ കടങ്ങളെ പൂർണ്ണമായി തീർത്തു തരാൻ കഴിവുള്ള സമ്പന്നനായ ദൈവം. ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ വീണ്ടും 8:17 താഴേക്ക് വെച്ച് വരുമ്പോൾ, 18 വാക്യം വരുമ്പോൾ ഇങ്ങനെ പറയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ വസ്തുവകകളെ അവകാശമായി കൊടുക്കും. ഹല്ലേലൂയ. 24 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികളെ യഹോവയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചങ്ങൾ, ഈ കാണുന്ന സകല ചരാചരങ്ങളും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെതാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, അവൻ ആരാ? മഹാസമ്പന്നന, എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള മഹാസമ്പന്നൻ. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുപ്പുകാരന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ സമ്പന്നനായിരിക്കണം. 2, ഹല്ലേലൂയ, നഷ്ടങ്ങൾ സഹിക്കുന്നവനായിരിക്കണം. 3, ആരും കുറ്റം പറയാത്തവനായിരിക്കണം. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ 5 കോടതിയില് 7 തവണ മാറി മാറി വിസ്തരിച്ചു. പക്ഷെ അവരെല്ലാം പറഞ്ഞൊരു പദമുണ്ട്, അവരൊരു നീതിമാനാ, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ലോകത്തിൽ ഒരു കുറ്റമില്ലാതെ അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശു ക്രിസ്തുവാ. ആ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ അവസാന തുള്ളി രക്തം വീഴുമ്പോൾ ആർക്കും ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ട് വചനം പറയുന്നു, ഹല്ലേലൂയ, ഒരു വ്യക്തിക്ക് പോലും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയത്തില്ല. മനുഷ്യരും പലതും പറഞ്ഞു, ഹല്ലേലൂയ, ഇവൻ ബെൽസെബൂലിന്, സാത്താന്റെ ഹല്ലേലൂയ പ്രതിനിധിയാന്നൊക്കെ പറയുമ്പോൾ, ഇവൻ വേശ്യാപുത്രൻ എന്നൊക്കെ ഒത്തിരി പേര് പറയുമ്പോൾ പറയട്ടെ, പക്ഷെ പറയട്ടെ, ഇവിടുത്തെ നിയമം അറിയാവുന്ന, ഇവിടെ രാജ്യം ഭരിക്കുന്ന ഒരു ഒറ്റ നേതാവിനും യേശുവിനെ വിസ്തരിച്ചിട്ട് മാറി മാറി വിസ്തരിച്ചിട്ടും ഹല്ലേലൂയ, ശരീരത്തിന്മേൽ മുൾക്കിരീടം അടിച്ചിട്ടും തന്റെ കരങ്ങളിൽ ആണി അടിച്ചിട്ടും തന്റെ കുറ്റം തെളിയിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ആകാശ മണ്ഡലത്തിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന പൈശാച മണ്ഡലത്തിനും യേശുവിന്റെ മേൽ കുറ്റം വിധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ വിളിച്ചു പറയുന്നു, നമ്മൾക്ക് വില തന്നവന്റെ പേര് കുറ്റം വിധിക്കാൻ ആർക്കും ഇടയില്ലാത്ത ഒരു മഹാദൈവം. അതൊന്നും ഞാൻ പറയുന്നു, വീണ്ടെടുപ്പുകാരന്റെ ഒന്നാമത്തെ ക്വാളിറ്റി സമ്പന്നനായിരിക്കണം. 2ാമത്തെ ക്വാളിറ്റി നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കാൻ കഴിയുന്നവനായിരിക്കണം. 3ാമത്തെ കാര്യം, ഒരുത്തനും കുറ്റം പറയാനില്ലാത്തവനായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച്, ഈ നഷ്ടങ്ങൾ സഹിക്കാൻ കഴിയുന്നവനായിരിക്കണം. അങ്ങനെയാണ് ശ്രദ്ധിച്ച്, കർത്താവ് ഹല്ലേലൂയ ദൈവത്തോടെ പദവി വഹിച്ചവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന് വേണ്ടി സ്വന്തം രക്തം ഊറ്റി കൊടുക്കുമ്പോൾ എന്തിനു വേണ്ടിയ? പാപത്തിനകത്ത് ഹല്ലേലൂയ പാപത്തിന്റെ കൂച്ചുവിലങ്ങിട്ട് ചെങ്ങല കൊണ്ട് ബന്ധിച്ച് പുറലോകം കാണാൻ കഴിയാതെ മനുഷ്യനെ എന്നേക്കും ഇരുട്ടിന്റെ അറയിൽ തെള്ളിയിട്ട് കൊണ്ട് പൈശാച മണ്ഡലങ്ങൾ ഒന്നിച്ച് അടകത്തിച്ച് ചിരിച്ചിരിക്കുമ്പോ ഇതാ കർത്താവ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പാപത്തിന്റെ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട സകലരെയും തന്റെ രക്തത്താൽ, തന്റെ ക്രൂശ് മരണത്തിലൂടെ അവരെല്ലാം മോചിപ്പിക്കാനിടയായി. ഒന്ന്, മോചനം. ഹല്ലേലൂയ. അവന്റെ രക്തത്താൽ ഒന്നാമത് സംഭവിച്ചത് മോചനമാണ്. അങ്ങനെയാണ് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്ന ഹല്ലേലൂയ ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും വിഷയത്തെ നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, നിന്നെ കൂച്ചുവിലങ്ങിട്ട് ചെങ്ങലകളെ ബന്ധിച്ചിട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ ആ ചെങ്ങലകൾക്ക് അധികം ആയുസില്ല. കാരണം അറിയാമോ, ആ ചെങ്ങലെ പൊട്ടിച്ചത് മറ്റൊന്നുമല്ല, യേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അന്ധകാര നിബിഡമായ പല മേഖലയിലൂടെ കടന്നുപോയ മഹാശക്തി ധരിച്ച് പിശാച് വലിയ വാദഗതിയൊക്കെ നടത്തിയപ്പോൾ ആ മണ്ഡലത്തെ മൊത്തം പൊട്ടിച്ചത് മറ്റൊന്നുമല്ല, യേശുവിന്റെ രക്തമാണ്. അങ്ങനെയാണ് ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ രക്തത്തിന്റെ മറ പിടിച്ചു പോകുന്ന ദൈവ പൈതലേ, യേശു രക്തത്തെ തളിക്കപ്പെടുന്ന ദൈവ പൈതലേ, നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ആ രക്തത്തിന് അത്ര പവറാ. ഇന്നും 2025 മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഊറ്റപ്പെട്ട തിരുരക്തം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നും അതിന്റെ പവർ വ്യാപരിക്കുക. അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ യേശുവിന്റെ രക്തമാണ് നമ്മെ കഴുകൽ പ്രാപിക്കുന്നത്. ആ യേശുവിന്റെ
രക്തമാണ് നമ്മെ അന്ധകാര മണ്ഡലത്തിൽ നമ്മെ വിടുവിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു, രക്തം തളിക്കപ്പെട്ടു പോകാൻ, രക്തത്തിന്റെ മറയിൽ നിൽക്കാൻ നീ തയ്യാറായ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്കെതിരെ ശത്രു എഴുതിയ സകല കൈയെഴുത്തം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് കാൽവരി ക്രൂശി തറച്ചു. ശത്രു ഒത്തിരി കാര്യം നിനക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷ വഹിച്ച്, നിന്റെ കുടുംബജീവിതത്തെ വഹിച്ച്, നിന്റെ തലമുറയെ, നിന്റെ ഹല്ലേലൂയ കുടുംബ ബന്ധങ്ങളെ ഒക്കെ നിരത്തി ഒത്തിരി കാര്യങ്ങൾ പരത്തി ശത്രു എഴുതി വെച്ചു. പക്ഷെ വചനം പറയുന്നു, ആ എഴുതി വെച്ചതെല്ലാം യേശു ക്രൂശിൽ എന്ത് ചെയ്തു? അതിനെ തറച്ചു. എന്നിട്ട് എന്ത് ചെയ്തറിയാമോ? യേശുവിന്റെ രക്തം ആ എഴുതപ്പെട്ട ആ ലിഖിതങ്ങൾ എന്തൊക്കെ എഴുതപ്പെട്ടോ, നിനക്കും എനിക്കുമെതിരെ എന്തൊക്കെ പിശാച് എഴുതി വെച്ചോ, അതെല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് മായ്ക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നീ അവിടെ കാണുന്നത് എന്തെന്നറിയാമോ? എഴുത്ത് അവിടെ ഇല്ല. കാരണം എഴുത്തു അങ്ങനെയാ, യേശുവിന്റെ രക്തം അവിടെ തളിക്കപ്പെട്ടു. നിനക്ക് വിരോധമായി എഴുതി വെച്ച സകല എഴുത്തിന്റെ മേലും ഹല്ലേലൂയ ഈ രാത്രി ഞാൻ ദൂത് കൈമാറുന്നു. ശത്രു എഴുതി വെച്ച സകല എഴുത്തിന്റെ മേലും യേശുവിന്റെ രക്തം ഹല്ലേലൂയ അത് ചെന്ന് വീഴാനിടയായി. ഇപ്പൊ കാണുന്നത് അവിടുത്തെ എഴുത്തല്ല, മറിച്ച് യേശുവിന്റെ ബ്ലഡ്. യേശുവിന്റെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പറയുന്നു, സംഹാരകൻ കണ്ടു പേടിക്കുന്ന ഒന്നേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തമാണ്. യേശു രക്തത്തെ തളിക്കപ്പെട്ടു പോകാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ തകർക്കാൻ ഒരു ശക്തിയെ ദൈവം അനുവദിക്കത്തില്ല. ശ്രദ്ധിച്ച്, ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുത്ത രക്തം, പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമ്മെ പാപത്തിന്റെ മോചനത്തിൽ നിന്ന് നമ്മെ ഹല്ലേലൂയ കർത്താവ് മോചിപ്പിച്ചു. ഹല്ലേലൂയ. ശത്രു വിരോധമായി എഴുതി വെച്ചത് എല്ലാം മായ്ച്ചു കളഞ്ഞു. പകരം കർത്താവ് തന്റെ വില കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിയ എന്റെ ദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വില കൊടുത്ത് എന്ന് ഉറപ്പുള്ള ദൈവ പൈതലെ, യേശു രക്തം എനിക്ക് വേണ്ടിയുള്ള മറുവിലയായതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുന്നു, എന്റെ ദൈവം അനുവദിക്കാതെ ഹല്ലേലൂയ നിന്നെ ഒരു ശത്രുവിനും ഒരു ഹല്ലേലൂയ വ്യക്തികൾക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുന്നു. യേശുവിന്റെ രക്തത്തിന്റെ പവർ എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ടി മറുവിലയായി വെളിപ്പെടുത്തിയ യേശുവിന്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ഇത് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്, ഇതിന്റെ വിലയുള്ള രക്തമാണ്, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്, ഇത് പുണ്യാക രക്തമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ഇത് നിഷ്കളങ്കവും നിർദോഷമായ ഹല്ലേലൂയ കുഞ്ഞാട് രക്തമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, ഈ രക്തത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? പാപം ചെയ്യാത്തവൻ, പാപം ഏശാത്തവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. മാത്രമല്ല നിർദോഷനും നിർമ്മലനും ഹല്ലേലൂയ പാപികളോട് വേർപെട്ടവനുമായ ഈ മഹാകർത്താവിന്റെ രക്തമാണ് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടത്. അതുകൊണ്ട് ഇത് നിഷ്കളങ്ക രക്തമാണ്. ഇതിനകത്ത് യാതൊരു പാപത്തിന്റെ കറയില്ലാത്തത് കൊണ്ട് ഈ രക്തത്തിന് എന്നെയും നിങ്ങളെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഹല്ലേലൂയ യേശുവിന്റെ മരണം ഹല്ലേലൂയ ഒരു സ്വാഭാവിക മരണമല്ല. യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല. യേശുവിന്റെ മരണം ആത്മഹത്യയല്ല. യേശുവിന്റെ മരണം സ്വയം അവിടുന്ന് ബലിയർപ്പിക്കലായിരുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? എന്നെയും നിങ്ങളെയും പാപത്തിന്റെ ശക്തിയാൽ നമ്മെ ബന്ധിച്ചിട്ട ആ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് നമ്മെ പുറത്തെടുക്കാൻ യേശു നമുക്ക് വേണ്ടി സ്വയം ബലിയാകി. അതുകൊണ്ട് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ യേശു ഹല്ലേലൂയ മരിച്ചുപോയി, മരിച്ച യേശുവിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി പറയണം, ഹല്ലേലൂയ യേശു ഹല്ലേലൂയ മരിച്ചത് എന്തിനു വേണ്ടിയെന്നറിയാമോ? ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും പാപത്തെ ഹല്ലേലൂയ കൂച്ചു കെട്ടിവെച്ച ആ മണ്ഡലത്തെ, ആ ചങ്ങലകളെ എന്നേക്കായി പൊട്ടിക്കാൻ ഹല്ലേലൂയ ആ പൊട്ടിച്ചവന്റെ ഹല്ലേലൂയ ആത്മാവിന്റെ സാന്നിധ്യമാണ് എന്റെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ഈ രക്തത്തിന് ഹല്ലേലൂയ നമ്മെ വീണ്ടെടുക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ രക്തത്തിന് നമ്മളെ വീണ്ടെടുക്കാൻ കഴിയും. എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ രക്തത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇത് ഗുണകരമായി സംസാരിക്കും. ശത്രു മണ്ഡലം നിനക്കെതിരെ പ്രതികൂലമായി സംസാരിക്കുമ്പോ, നിനക്കെതിരെ സംസാരിക്കുമ്പോ ഈ രക്തം ഗുണകരമായി സംസാരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ രക്തത്തിന്റെ പ്രത്യേകത അറിയാമോ? ഈ യേശു ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ഈ യേശു നമുക്ക് വേണ്ടി 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഹല്ലേലൂയ താൻ നമുക്ക് വേണ്ടി ഇവിടെ അവതരിച്ചു. ആ പാപത്തിലിരുന്ന യാതൊരു ഹല്ലേലൂയ ബന്ധമില്ലാതിരുന്ന നമ്മെ, ഇരുട്ടിന്റെ ശക്തിയാൽ മറയപ്പെട്ട നമ്മളെ
നമ്മൾക്ക് വേണ്ടി കർത്താവ് എന്നെ ഇതറിയാമോ? വചനം പറയുന്നു, ഒന്ന്, അവൻ ഈ ഭൂമിയിലേക്ക് ഒരു ജന്മം എടുത്തു. അത് വലിയ അനുഗ്രഹമാണ്. യേശു നമുക്ക് വേണ്ടി ഒരു മനുഷ്യ ജന്മം എടുത്തു. രണ്ട്, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. മൂന്ന്, നമുക്ക് വേണ്ടി അവൻ പുനരുദ്ധരിച്ചു. ശ്രദ്ധിച്ച്, ഈ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവിക മരണമല്ല, കൊലപാതകമല്ല, ആത്മഹത്യയല്ല, മറിച്ച് സ്വയം അവിടുന്ന് ബലിയാകുകയായിരുന്നു. ഈ ബലിയിലൂടെ സംഭവിച്ച കാര്യം, യേശുവിന്റെ സ്വയം ബലിയിലൂടെ സംഭവിച്ച കാര്യം ഒന്നാമത്തെ കാര്യം, അവൻ ഇവിടെ അവതരിപ്പിച്ചു അല്ലെങ്കിൽ ജനിച്ചു. രണ്ട്, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. മൂന്ന്, നമുക്ക് വേണ്ടി പുനരുദ്ധരിച്ചു. എങ്ങനെയാ ആ പുനരുദ്ധരിച്ച വ്യക്തി എങ്ങോട്ടാ പോയത്? വചനം പറയുന്നു, അവൻ സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ചെയ്യുക. ശ്രദ്ധിച്ച്, അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത ചോദിച്ചാൽ, വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത ഇന്ന് നമുക്ക് വേണ്ടി രക്തം കൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയതല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അടക്കിയ. അതുകൊണ്ട് എഴുതി വെച്ചത്, തീമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചു, ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തുവാ. അങ്ങനെയാണ്. ശ്രദ്ധിച്ച്, എന്താ മധ്യസ്ഥന്റെ പ്രത്യേകത? ഒറ്റ വാക്കി ഞാൻ പറയാം. യാക്കോബ് ഇയാൾ 21 വർഷം ലാബാന്റെ ഭവനത്തിലായിരുന്നു. അവൻ 21 വർഷമായിട്ട് അവൻ ഒന്ന് കാൽക്കുലേഷൻ ചെയ്തു. ദൈവമേ, ഞാൻ 21 വർഷം അധ്വാനിച്ചു, പക്ഷെ നോക്കിയപ്പോൾ സീറോ ബാലൻസ്. അവൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ ഇനി എന്ത് എന്റെ വീടിന് വേണ്ടി കരുതും എന്ന് ഞാൻ ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ വചനം അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അവന് വേണ്ടി 3 വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി തറയിട്ടപ്പോൾ അവൻ കൊണ്ടുവന്ന് ആട് പ്രസവിക്കാൻ തുടങ്ങി. ഞാൻ അതിന്റെ ചരിത്രഭാഗത്തിലേക്കൊന്നും പോകുന്നില്ല, അങ്ങനെ സംഭവങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. പുന്നയുടെയും അരിഞ്ഞയുടെയും ബദാമിന്റെയും വൃക്ഷത്തിന്റെ ചില്ല് വെട്ടി തറയിട്ടപ്പോൾ വെള്ളം കുടിക്കാൻ വന്ന ആട്, വചനം പറയുന്നു, അത് ഗർഭം ധരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഊനമില്ലാത്ത ആടിനെ യാക്കോബിന് കൊടുത്തു. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം, നാളുകളായി നീ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നെങ്കിൽ ദൈവാത്മാവിന്റെ രാത്രി ദൂത് കൈമാറുന്നു. എന്റെ ദൈവത്തിന് ഒറ്റ രാത്രി മതി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ഒറ്റ സെക്കൻഡ് മതി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ. എന്റെ കർത്താവ് കൽപ്പിച്ചാൽ രാത്രി മുഴുക്കി അധ്വാനിച്ച പത്രോസ് ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോ വചനം പറയുന്നു, കോടിക്കണക്കിന് മത്സ്യമുള്ള ഒരു മീന്റെ വായിക്കകത്ത് പണം കരുതി പത്രോസിനും യേശുവിനും വേണ്ടി കരമടയ്ക്കുവാൻ പദ്ധതി ആവിഷ്കരിച്ച ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച്, ഇന്ന് രാത്രി നഷ്ടത്തിന്റെ കണക്ക് പറയുന്നെങ്കിൽ, ഒന്നും ജോലിയില് മറ്റു പല മേഖലയിൽ നഷ്ടം മാത്രമാണ് കണക്കെങ്കിൽ, ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം റെഡിയാവും. കാരണം ആരാ? അവൻ മധ്യസ്ഥനാണ്. അവൻ മധ്യസ്ഥനാ. ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ ഒറ്റ വാക്ക് ഞാൻ അവസാനിപ്പിക്കട്ടെ. യാക്കോബ് അവൻ നന്മ പ്രാപിച്ചു കണ്ടപ്പോൾ ലാബാന് അവനോട് വിരോധമായി. ഒരിക്കൽ യാക്കോബ് തന്റെ ഭാര്യമാരെയും തന്റെ ആടുമാടുകളെയും കൊണ്ട് തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന യാത്രയിൽ വചനം പറയുന്നു, ലാബാൻ ഈ വാക്ക് കേട്ടിട്ട് അവനെ പിന്തുടർന്ന് പിടിക്കാൻ തുടങ്ങി. അവനെ പിടിക്കാനായിട്ട് കടന്നു വരികയാണ്. വരുമ്പോൾ വചനം പറയുന്നു, ഈ ലാബാൻ യാക്കോബിന്റെ അടുക്കെ എത്താറായപ്പോൾ വചനം പറയുന്ന മധ്യസ്ഥന്റെ പ്രത്യേകത കേട്ടോണം. മധ്യസ്ഥൻ ഇടയ്ക്ക് ഇടപെട്ടു. ഇടയ്ക്ക് ഇവർ രണ്ടിന്റെ ഇടയ്ക്ക് ഇടപെട്ടിട്ട് ലാബാനോട് പറഞ്ഞൊരു പദമുണ്ട്, ലാബാനെ, യാക്കോബിനോട് നീ ഗുണമാകട്ടെ, ദോഷമായിട്ട് ചെയ്യരുത്. ദൂതുവല്ല മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ മധ്യസ്ഥൻ ആരാന്നറിയാമോ? നമുക്ക് വേണ്ടി ജന്മം ഇവിടെ എടുത്ത്, മാത്രമല്ല 33 തിരുവയസ്സ് വരെ ഈ ഭൂമി ജീവിച്ച് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ദൈവം എങ്ങോട്ടെങ്കിലും പോയതല്ല, മറിച്ച് പുനരുദ്ധാനം ചെയ്തിട്ട് എങ്ങോട്ടാ പോയത്? സ്വർഗാരോഹണം ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം, മധ്യസ്ഥ അണയ്ക്കുന്ന ദൈവം. അതുകൊണ്ട് എഴുതി വെച്ചു, ദൈവത്തിന്റെ മനുഷ്യർക്ക് ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു. അങ്ങനെയാണ് മധ്യസ്ഥന്റെ പ്രത്യേകത. ശത്രു ജനത്തെ തകർക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് അതിനെ തടുക്കാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന നമ്മുടെ മധ്യസ്ഥൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി അവിടുന്ന് ബലിയായി തീർന്നു. നമുക്ക് വേണ്ടി ബലിയായി തീർന്നപ്പോൾ 2 കാര്യം സംഭവിച്ചു. ഒന്ന്, പാപത്തിന്റെ ഊരാക്കുരുക്കിൽ നമ്മളെ പുറത്തു കൊണ്ടുവന്നു, നമ്മളെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. രണ്ടാമത്,
വില കൊടുത്തു. ഇനി ആരും എന്ത് ചെയ്യത്തില്ല, തിരിച്ചു ചോദിക്കാൻ വരികയില്ല. കാരണം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. വില കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് ഇനി അവകാശം പറയാൻ പറ്റുകയില്ല. അങ്ങനെയാണ്, ശ്രദ്ധിച്ചേ. ഓ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ വിലയുള്ള രക്തം, ഹല്ലേലൂയ, വിലയേറിയ രക്തം, നിഷ്കളങ്കമായ രക്തം, നിർദോഷമായ രക്തം, ആ രക്തമാണ് വില കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ രക്തം അടയാളമുള്ള ദൈവ പൈതലേ, എന്നെ നിങ്ങളെ തകർക്കാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ശക്തിയെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ഇന്ന് രാത്രി ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു മാസക്കാലം നമ്മൾ കേട്ട യേശുവിന്റെ രക്തത്തിന്റെ വില അത് വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ ആ രക്തത്തിൽ ആശ്രയിക്കാൻ തയ്യാറായി ഞാൻ വിളിച്ചു പറയുന്നു, ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയത്തില്ല. ആ യേശു രക്തം നമ്മുടെ മേലുള്ളത് കൊണ്ട്, യേശു രക്തം നമ്മളെ തളിക്കപ്പെട്ടത് കൊണ്ട് നമ്മ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക മാത്രമല്ല, ഓ നിത്യ ദൈവത്തിന്റെ ഇടയനായ, ആടുകളുടെ വലിയ ഇടയനായ യേശുവിന്റെ രക്തമാണ് എന്റെ നിങ്ങളുടെ മേൽ തളിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ രക്തം അടയാളമുള്ളതിനെ ശത്രുവിനെ തൊടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു, വില കൊടുത്തു വാങ്ങിയവരെ ചെറുക്കാൻ താമസമില്ല. യേശു കർത്താവ് വീണ്ടും മധ്യാകാശത്തിൽ വരുമ്പോ ഹല്ലേലൂയ, ആ മധ്യാകാശത്തിൽ പ്രധാന ശബ്ദത്തോടും ആ ഗംഭീര ധ്വനിയോടും കൂടെ ഹല്ലേലൂയ, ഓ ദൈവത്തിന്റെ കാലത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ രക്തമടയാളമുള്ള സകലരെയും, ഹല്ലേലൂയ, ഓ അവന്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെട്ട സകലരെയും ഹല്ലേലൂയ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ സമയമായി. അതുകൊണ്ട് ഇന്ന് രാത്രി രക്തത്തിന്റെ വില മനസ്സിലാക്കി മുന്നേറുവാൻ നീ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പാൻ ആരാധനയാമോ, മഹാസമ്പന്നനായ ദൈവം, ഹല്ലേലൂയ, ആർക്കും കുറ്റം ആരോപിക്കാൻ കഴിയാത്തവനായ ദൈവം, ഹല്ലേലൂയ, മാത്രമല്ല നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കാൻ കഴിവുള്ള ദൈവം. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നാം സ്വീകരിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ട് അയ്യോ പറഞ്ഞത്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും, ഓ ഞാൻ ദേഹസഖീനായി എന്റെ വീണ്ടെടുപ്പുകാരൻ ഞാൻ കാണും, അവൻ പൊടിമേ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത, നമ്മൾ എത്ര ക്ഷയിച്ചാലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഇന്ന് രാത്രി കൃത്യമായി അങ്കുരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു രക്തം അടയാളമായി സ്വീകരിച്ച ദൈവത്തിലെ നമ്മൾ യേശുവിന്റെ വിലയാണ്. കാരണം യേശു രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടത് കൊണ്ട് നമ്മെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആ രക്തത്തിന്റെ വില മനസ്സിലാക്കി ആ കർത്താവിന് വേണ്ടി നമ്മൾ രക്തത്തിന്റെ മറവിൽ മറഞ്ഞു പോകുന്ന ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ശത്രുവിനെ തൊടാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, മനുഷ്യന് ഹല്ലേലൂയ നമുക്ക് മരണത്തിൽ നിന്ന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ധനം കൊടുക്കാനോ സ്വർണം കൊടുത്ത് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയത്തില്ല. മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അത് യേശുവിന് വേണ്ടി. എന്താ കാര്യം അറിയാമോ? ഒന്ന്, യേശു കർത്താവ് ഹല്ലേലൂയ ഈ താണഭൂമിയിലേക്ക് വന്ന് താൻ മരിച്ചു. അടുത്ത വാക്യം പറയുന്ന മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഉയർപ്പ് പ്രാപിച്ച യേശു ആയതുകൊണ്ട് മരണത്തിന്റെ ശക്തിക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. മനസ്സിലാകുന്നുണ്ടോ? മരണത്തെ എന്നേക്കുമായി തന്റെ മരണത്താൽ, ക്രൂശിന്റെ മരണത്താൽ എന്നേക്കുമായി അതിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു. കാരണം പാപത്തിന്റെ ശമ്പളമായിരുന്നു മരണം. ആ മരണത്തെ യേശുവിന്റെ മരണത്താൽ എന്ത് ചെയ്തു? അതിന്റെ ശക്തിയെ എന്നേക്കുമായി ക്ഷയിപ്പിച്ചു. മാത്രമല്ല, പാപത്തിന്റെ അടിമത്തിലായിരുന്ന നമ്മെ ഹല്ലേലൂയ വിടുവിക്കാൻ ആരാ വന്നെന്നറിയാമോ? പാപം ചെയ്യാത്ത ദൈവം, പാപം അറിയാത്ത ദൈവം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിർദോഷനായ, ഹല്ലേലൂയ, പാപങ്ങളോട് വേർപെട്ടവനായ, ഹല്ലേലൂയ, നിർമ്മലനായ ഒരു വലിയ ദൈവമാണ്. ഹല്ലേലൂയ, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം. ആ ദൈവമാണ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മനുഷ്യനെല്ലാം പാപിയെ, മുമ്പേ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ പുരോഹിതന്റെ പ്രത്യേകത, പാപിയായ മനുഷ്യൻ മൃഗമായി വരുമ്പോൾ ഈ പുരോഹിതൻ ആദ്യം തനിക്ക് വേണ്ടി ഒരു യാഗം നടത്തണം. പക്ഷേ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ രക്തനിമിത്തം സംഭവിച്ചത് അദ്ദേഹത്തിന് ഒരു പ്രായശ്ചിത്ത ബലി കഴിക്കേണ്ടി വന്നില്ല. സ്വയം ഒരു പ്രായശ്ചിത്ത ബലി കഴിക്കേണ്ടി വന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ് താൻ പ്രായശ്ചിത്ത ബലിയായി തീർന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, പാപം പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ദൈവം ആരെന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ യേശു. കാരണം ആ യേശുവാണ് പാപത്തെ തൊടാത്തവൻ, പാപത്തെ അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, നിർദോഷനായ, നിർമ്മലനായ, വിശുദ്ധിയിൽ ഭയങ്കരനായ അങ്ങനെ ഉള്ള ഒരു ദൈവമാണ് യേശു. ആ യേശുവാണ് പാപം പരിഹരിച്ചത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാപത്തിന് എന്നേക്കുമായി ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞു. രണ്ട്, ഹല്ലേലൂയ, യേശു രക്തം നമുക്ക് വേണ്ടി നിഷ്കളങ്കമായ, നിർദോഷമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി തന്നതുകൊണ്ട്, ആ രക്തം ഹല്ലേലൂയ വിലയായി കൊടുത്തത് കൊണ്ട് ഇനി അവകാശം പറഞ്ഞു വരാൻ ഈ ഹല്ലേലൂയ
പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് യേശു രക്തം എന്റെയും നിങ്ങളുടെയും ശിരസിൽ മേൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഒരു ശത്രു നമുക്ക് ഇനി അവകാശം പറയാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹല്ലേലൂയ നമ്മെ വിലയ്ക്ക് വാങ്ങിയ ആ യേശുവിന്റെ ഹല്ലേലൂയ സ്നേഹം തിരിച്ചറിഞ്ഞ് യേശുവിന് വേണ്ടി നമുക്ക് അധികം പ്രവർത്തിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. കാലസംഭവങ്ങൾ തിരിച്ച് വിളിച്ചു പറയുമ്പോൾ പ്രകൃതി ശോഭങ്ങൾ, യുദ്ധ ശ്രുതികൾ, മഹാവ്യാധികൾ, ദേശവ്യാപകമായ സ്ഫോടനങ്ങൾ ഒക്കെ മനുഷ്യനോട് തന്നെ വല്ലാതെ വർഗീയ ശക്തികളും മതശക്തികളും ഒക്കെ ഒന്നിച്ച് ശക്തി അരങ്ങ് തകർത്തുക വാഴുമ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തുകൊള്ളണം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. രക്തത്താൽ വിളവാക്കപ്പെട്ട തന്റെ ജനത്തെ വീണ്ടും ചേർക്കാൻ യേശു വരുമ്പോൾ നമുക്കും മധ്യാകാശത്തിൽ പോകാൻ കഴിയും. കാരണം യേശു രക്തം നമ്മുടെ മേൽ അടയാളമുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം സമയം ഈ വാക്ക് കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക പ്രാർത്ഥനാ ധ്വനിയുടെ ഇതിന്റെ സ്ഥാപക പ്രസിഡന്റായ കർത്താവദാസൻ ബെൻസൺ ഡാനിയലിനെയും തന്റെ കുടുംബത്തെയും തന്റെ മിനിസ്റ്ററെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ പ്രവർത്തനത്തോട് ചേർന്ന് ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിലേക്ക് തരുന്ന ബലം അനുസരിച്ച്, കർത്താവിലേക്ക് തരുന്ന ഐസ് അനുസരിച്ച് കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങളോട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഭാഗം അവസാനിക്കാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിലൊക്കെ ആരാധനാലയങ്ങൾ പൊളിച്ചു കളഞ്ഞ അത് നിമിത്തം അവിടെയുള്ള യുവമക്കൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ആരാധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. പക്ഷേ അവിടെ പോലും ആരാധിക്കാൻ കഴിയാത്ത തരത്തിൽ വർഗീയ ശക്തികൾ ശക്തിയോടെ തന്റെ ജനത്തിനു വേണ്ടി വന്ന പോലീസ് നോക്കി നിൽക്കുമ്പോൾ, നിയമപാലകന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 12 സ്റ്റേറ്റിൽ, ഇന്ത്യയിൽ 12 സ്റ്റേറ്റില് ഇവിടെ മതപരിവർത്തന ബില്ല് പാസ്സാക്കാൻ അവർ വളരെ എത്തിക്കെത്തു. ഏതാണ്ട് ഒരു മാസത്തിന് അവർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. അത് ഒരു മാസത്തേക്ക് പരിഗണനയിൽ വെച്ചിരിക്കുന്നു. അത് എന്തായിത്തീരും നമുക്ക് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, അങ്ങനെ ദേശത്ത് നിയമവശങ്ങളുടെ ഭാഗത്ത് ശക്തമായി എതിർക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യ വഹിച്ച് പ്രാർത്ഥിക്കാം. അവിടെ സുഷ എന്ന കർത്തരാശമാരെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ ലോക രാഷ്ട്രങ്ങളിൽ പല, നമുക്ക് നൈജീരിയയിൽ തന്നെ ഹല്ലേലൂയ, അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ക്രൈസ്തവർ വേണ്ട എന്നാണ് അവര് പറയുന്നത്. അവിടുത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ പറയുന്നത് ക്രൈസ്തവർ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അല്ലെങ്കിൽ കടന്നു പിടിച്ച് ചെറിയ കുഞ്ഞിനെ പോലും ദാക്ഷിണ്യം കൂടാതെ അവരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമായ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ലോക രാജ്യങ്ങളിൽ മുഴുക്കെ ശക്തമേറിയ ഒരു വലിയ അജണ്ടയാണ് ക്രൈസ്തവരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ ഇവിടെ ഇല്ലാതാക്കുക. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പല ഭാഗങ്ങളിൽ കർത്താവേ, രാജസ്ഥാനിൽ കർത്താവേ, മതപരിവർത്തന ബില്ല് അല്ലെങ്കിൽ ഓരോരുത്തരെ മതം മാറ്റിയാൽ 1 കോടി രൂപ അവരെ പിഴ അടയ്ക്കും, ജീവപര്യന്ത തടവും ശിക്ഷ വിധിച്ചിരിക്കുന്ന കാഴ്ച. അങ്ങനെയാണെങ്കിൽ കർത്താവേ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിയമക്കുരുക്ക് ദൈവജനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹിമാചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹരിയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ത്രിപുരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഗാലാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജമ്മു കാശ്മീരിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ്, എല്ലാ സ്റ്റേറ്റിലും ദൈവത്തിന്റെ കർത്താവ്, മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജനത്തിൽ ഇന്ന് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം പൂർണ്ണമായും മിസോറാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ലോക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നൈജീരിയയിൽ കർത്താവ് ക്രൈസ്തവർക്ക് തന്നെ ശക്തമേറിയ ഹല്ലേലൂയ കർത്താവ് വേട്ട നടക്കുകയാണ്. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കപ്പ. ഈ കാലഘട്ടത്തിൽ കർത്താവ് ഹല്ലേലൂയ പ്രത്യേകിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഒരുമിച്ച് ഇടയാക്കേണ്ടതിന്
ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ കരം ദേശത്ത് ചലിക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഒരുമിച്ച് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ധ്വനി എന്ന് പറയുന്ന ഈ വലിയ സംരംഭം, ഈ പ്രവർത്തനം അല്ലെങ്കിൽ 15 രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നപ്പോൾ തന്നെ 15,000-ലധികം ആളുകൾ ഇതിന്റെ പ്രാർത്ഥന സഹകാരികളായി തുടരുന്നു. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പല മേഖലകളിലും പുതിയ പുതിയ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം ഇതിന്റെ പ്രവർത്തിക്കുന്ന ബെൻസൺ പാസ്റ്ററെ, എന്റെ കുടുംബത്തെ, ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് ലീഡർഷിപ്പ് വഹിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും കുടുംബങ്ങളെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് നമുക്ക് കർത്താവെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നല്ല പിതാവേ, ഡാനിയൽ പാസ്റ്റർ സഹോദരന്റെ കുടുംബത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കണേ കർത്താവെ. 15,000-ലധികം ആളുകൾ ഇതിന്റെ സഹകാരികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവമേ, പുതിയ പുതിയ ചാപ്റ്റർ കർത്താവ് തുടങ്ങുന്നതിനായി സ്തോത്രം. അതിന് ലീഡേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവിന് വേണ്ടി അധികം ശ്രമിപ്പാൻ ഒത്തിരി പ്രാർത്ഥന സഹായികൾ വീണ്ടും എഴുന്നേൽക്കാൻ ഇടയാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഹല്ലേലൂയ, ദാസന്മാരെ കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. ഇതിലൂടെ വലിയ പ്രവർത്തനങ്ങൾ കർത്താവെ, ഹല്ലേലൂയ, ഒത്തിരി കർത്താവെ, പരസ്യങ്ങൾ, പ്രയർ ടവറുകൾ കർത്താവെ, സ്വതന്ത്രം ട്രാക്ടർ ഡിസ്ട്രിബ്യൂട്ട്, അതുപോലെ തന്നെ ഒത്തിരി ചാരിറ്റികൾ, ഒത്തിരി കൺവെൻഷനുകൾ ഒക്കെ നടത്താൻ ദൈവമേ കർത്താവ് ഇതിലൂടെ സഹായിക്കട്ടെ. കർത്താവ് അനേർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ കർത്താവ് ഈ പ്രാർത്ഥനാ സംഗമത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നവർക്ക് കൂടെ ഇത് കർത്താവ് ലോകത്തിന് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ, രാജ്യങ്ങൾക്ക് വലിയ വിടുതലായി തീരട്ടെ. കർത്താവ് യുദ്ധങ്ങളിൽ യുദ്ധശ്രുതി പല രാജ്യങ്ങൾ നടക്കുന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം ചലിക്കണം. ഇസ്രായേലിനോട് ചേർന്ന് 21 രാജ്യങ്ങൾ ചേർന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം അറിയുന്നില്ലപ്പോ. ദൈവത്തിന്റെ നീതി അതിനകത്തോട് ഇപ്പോഴാണ് ഇടയാക്കണമേ. റഷ്യയും ഉക്രൈനും തമ്മിൽ 40 വർഷമായി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയും തമ്മിൽ ഫൈറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളും പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും പലപ്പോഴും കൊമ്പുകൊടുക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അവിടെ എല്ലാം ദൈവത്തിന്റെ കരം ചലിക്കണമേ. സമാധാനത്തിന്റെ ദൈവം എല്ലാവരെയും സ്വസ്ഥമാക്കാൻ ഇടയാകും. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വതന്ത്രം ചെയ്യാം. സ്വതന്ത്രം പിതാവിന്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സംസർഗം വാഴുന്ന പ്രാർത്ഥന സെലവിഷന്റെ പേര് കഴിഞ്ഞ ഒരു മാസക്കാലം വീണ്ടെടുപ്പിന്റെ വില എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച എല്ലാ കർത്താവിന്റെ ദാസന്മാരുടെ മേലും ഈ പ്രവർത്തനത്തോടെ മേലും കർത്താവിന്റെ 2 പേരും എന്നൊക്കെ ആമേൻ. അർഹപ്പെട്ട ദൈവം ജാളിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്